പേര് കേൾക്കുമ്പോൾ തന്നെ ആത്മസഹോ എന്ന് പറയുന്ന ഒരു സംഭവം, എനിക്ക് ഈ ഒരു ടൈറ്റിൽ കേട്ടപ്പോൾ തോന്നിയ കൗതുകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ട്. നമുക്ക് കൂളായിട്ട് സഹോ എന്ന് വിളിക്കാൻ പറ്റിയ നമുക്ക് ആ അതൊരു ഭാഗ്യമാണല്ലോ. സഹോ എന്ന് പറഞ്ഞ് നമുക്ക് വിളിക്കാൻ പറ്റിയ ഒരു പറ്റം കൂട്ടുകാരുള്ളത് ഒരു ഭാഗ്യമാണ്. ആ ഒരു ഭാഗ്യം കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഒരുപാട് പേര് പല സ്റ്റേജിലൊക്കെ ഒരുപാട് കോമഡിയും എല്ലാം ചെയ്ത് നിങ്ങൾ ഒന്നിച്ച് വളർന്ന കുറച്ച് പേരാണ് ഈ സിനിമയിൽ അഭിനയിക്കുന്നത്. അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? സ്റ്റാർട്ടിങ് ചേട്ടൻ തന്നെ പറഞ്ഞു. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല മോളെ. വിനോദായാലും ചേട്ടനായാലും നമ്മളോടൊക്കെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരുപോലെ കയറി വന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ ചേട്ടനറിയാം, ഇദ്ദേഹം പറയും, അവർ പറയുന്നതിന് നമുക്കും. അപ്പം നമുക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോമ്പിനേഷൻ ഉണ്ട്. അങ്ങനെ അതുകൊണ്ടൊക്കെ ഒരു നല്ല സന്തോഷമായിട്ട് പടം ചെയ്യാൻ പറ്റി. ഈ പേരിന് ശരിക്കും ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഈ പേരിന് ആത്മസഹോ എന്ന് പറയുന്നുള്ളത്, ഇത് ശരിക്കും ഒരു രാഷ്ട്രീയ സിനിമയാണെന്ന് ചോദിച്ചാൽ ആണ്. രാഷ്ട്രീയമുണ്ട് സിനിമയിൽ. അപ്പോൾ ഈ സഹോ എന്നുള്ളത് വേണമെങ്കിൽ അതൊരു സഖാവാം. സഖാവ് എന്ന് പറഞ്ഞാലും നല്ല അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത്. പിന്നെ ഇതിനകത്ത് ആത്മാവുണ്ട് ഈ സിനിമയിൽ, അല്ലേ സുരേഷ്? എനിക്ക് തോന്നുന്നു ഇത് കണ്ടപ്പോ ഒരാളുടെ മരണത്തെ സംബന്ധിച്ച് നടക്കുന്ന ഒരു വീട്ടിലൊരു മരണം നടക്കുന്നു. ആ മരണം നടന്ന് അതിന്റെ 16 അടിയന്തരം നടക്കുന്നതിന്റെ ആ ദിവസം വരെയുള്ള കഥകളാണ്. 16 ദിവസത്തിനുള്ളിൽ നടക്കുന്ന കഥകളാണ്. ആ വീട്ടിൽ എല്ലാ കഥാപാത്രങ്ങളും വരുന്നത്. ആ മരണ വീട്ടിൽ എന്തെല്ലാം തമാശകൾ നടക്കും. ഇത്രയും തമാശകളൊക്കെ മരണ വീട്ടിൽ നടക്കുമെന്ന് നമ്മൾ ചിന്തിക്കും. കാരണം ഈ മരിച്ച ആള് പ്രമുഖനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കള്, അദ്ദേഹത്തിന്റെ ബന്ധുക്കള്, അദ്ദേഹത്തിന് വേണ്ടപ്പെട്ട ആളുകളെല്ലാം ആ വീട്ടിലുണ്ട്. വലിയൊരു വീടാണ്. ആ വീട്ടിലും ആ വീട്ടിലെ പറമ്പിലും നടക്കുന്ന സംഭവങ്ങളാണ്. പുറത്ത് ക്ലൈമാക്സിൽ മാത്രമേ ഉള്ളൂ നമ്മളൊന്ന് പുറത്തു പോയത്, അല്ലേ? ആ വീട് വിട്ട് വേറൊരു ലൊക്കേഷനിലേക്ക് പോകുന്നത് ക്ലൈമാക്സ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ആ വീട്ടിലാണ് സംഭവം നടക്കുന്നത്. നിങ്ങൾക്ക് മൂന്നുപേർക്ക് ഇതിൽ കോമ്പിനേഷൻ ഉണ്ടോ? അങ്ങോട്ടും നിങ്ങൾക്കാണ് കോമ്പിനേഷൻ. നമ്മൾ പലപ്പോഴും പ്രൊമോഷന് വരുമ്പോഴാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നത്. പല സ്ഥലങ്ങളിലെ പല പ്ലോട്ടിലായിരിക്കും. എനിക്ക് നിങ്ങളുടെ പോസ്റ്റർ കണ്ടപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ ക്യാരക്ടേഴ്സ് കാണുമല്ലോ. അതിലെനിക്ക് തോന്നിയതാണ് അതുകൊണ്ടൊരു ചോദ്യം കൂടെയാണ്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ടായിരിക്കില്ലല്ലോ, എല്ലാവരും മുമ്പ് വർക്ക് ചെയ്തിട്ടുള്ളവരല്ലേ? എല്ലാവരും മുൻപ് വർക്ക് ചെയ്ത്. കാരണം ഇത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും മുൻപ് എന്തെങ്കിലും രീതിയിൽ കണക്റ്റഡ് ആയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ഈ സിനിമയിലെ ഡയറക്ടറിലോട്ട് വരുമ്പോൾ നിങ്ങളുടെ മുൻപത്തെ ഇന്റർവ്യൂസ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേട്ട് വന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, നിങ്ങൾക്ക് അദ്ദേഹത്തിന് നിങ്ങളോടും വളരെയധികം ഉള്ളൊരു സ്നേഹമുണ്ട്. ആ ഒരു സ്നേഹം ഭയങ്കര പ്രകടമായിരുന്നു ഇന്റർവ്യൂലൊക്കെ. ആ ഒരു ഡയറക്ടർ നിങ്ങളെ ആദ്യമായിട്ട്, ഇപ്പൊ ചേട്ടൻ സ്റ്റാർട്ട് ചെയ്യാം, ആദ്യമായിട്ട് ഈ സിനിമയിലോട്ട് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ സിനിമയുടെ ഒരു കഥ കേട്ടപ്പോൾ എന്തായിരുന്നു ഫസ്റ്റ് റിയാക്ഷൻ? ഈ സിനിമയിലേക്ക് എന്നെ വിളിച്ചത് ഇതിന്റെ ഡയറക്ടറല്ല, മറ്റൊരാളാണ് എന്നെ വിളിച്ചത്. പിന്നീട് സിനിമയുമായിട്ട് കൂടുതൽ ഇഴുകി ചേർന്നപ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് പറ്റിയ നല്ല രസകരമായ കഥാപാത്രം, രസകരമായ കഥാ സാഹചര്യങ്ങൾ, അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമ്മൾ ഡയറക്ടറുമായിട്ട് കൂടുതൽ ഇടപഴകാനും സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് നിൽക്കുന്ന ഒരാളാണ് എന്നുള്ള നമുക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാളായിരുന്നു ഈ ഡയറക്ടർ. അപ്പോൾ പുള്ളിക്കൊപ്പം നിൽക്കണമെന്ന് നമുക്ക് തോന്നി. പിന്നെ എന്താണെന്നറിയോ, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഒരു കാര്യം പറഞ്ഞിരുന്ന നമുക്കത് ഇങ്ങനെ ചെയ്തുകൂടെ എന്ന് ചോദിച്ചാൽ പുള്ളി ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് അത് നല്ലതാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം നമുക്കും അതൊരു ഊർജ്ജമാണ്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.